പറ്റിയില്ല നമ്മൾ ഡിസ്കസ് ചെയ്തേ. അപ്പോൾ സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ ഫസ്റ്റ് യൂസ് എന്തുവാ? സിമ്പിൾ പ്രസന്റ് ടെൻസ് ഈസ് യൂസ്ഡ് ടു ഡിനോട്ട് ദ ഹാബിച്വൽ ആക്ഷൻസ്. ഹാബിച്വൽ ആക്ഷൻസ് എന്ന് വെച്ചാൽ നമ്മൾ പതിവായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ അല്ലേ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ രാജ് ഈറ്റ്സ് ബ്രെഡ് ആൻഡ് ബട്ടർ ബിഫോർ ഗോയിങ് ടു സ്കൂൾ. ഓക്കെ, അപ്പൊ രാജ് എന്ത് ചെയ്യുന്നു? സ്കൂളിൽ പോകുന്നതിന് മുമ്പേ എല്ലാ ദിവസവും എന്ത് കഴിച്ചിട്ടാണ് പോകുന്നത്? ബ്രെഡും ബട്ടറും കഴിച്ചിട്ടാണ് പോകുന്നത്. ഓക്കെ, രാജ് ഈറ്റ്സ് ബ്രെഡ് ആൻഡ് ബട്ടർ ബിഫോർ ഗോയിങ് ടു സ്കൂൾ. ആ എക്സാമ്പിൾ എഴുതി. അത് മനസ്സിലായോ? രാജ് ഈറ്റ്സ് ബ്രെഡ് ആൻഡ് ബട്ടർ ബിഫോർ ഗോയിങ് ടു സ്കൂൾ. അത് വെച്ചിട്ട് ഒരു എക്സാമ്പിൾ നിങ്ങൾ പറയണേ. എഴുതി കഴിഞ്ഞോ? എഴുതിയോ? ഫർഹാന എഴുതിയോ? ഓക്കെ, ഇനി ഫർഹാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു ഇത് വെച്ചിട്ട് ഒരു സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ ഹാബിച്വൽ ആക്ഷനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞു. നമ്മളിപ്പോ പറഞ്ഞ എന്തുവാ? രാജ് ഈറ്റ്സ് ബ്രെഡ് ആൻഡ് ബട്ടർ ബിഫോർ ഗോയിങ് ടു സ്കൂൾ. അതുപോലെ ഒരെണ്ണം പറഞ്ഞേ. പറ. Sam baths every day. ഒന്നുകൂടെ പറഞ്ഞേ. Sam baths every day. Baths every day. Okay. Then അമൃത ഒരു എക്സാമ്പിൾ പറഞ്ഞേ സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ. ഞാൻ എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കാറുണ്ട്. അതെങ്ങനെയാ പറയുന്നത്? ഞാൻ എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് wake up at 5 a.m. 5 a.m. every day അല്ലേ? every day. ഞാൻ ടൈപ്പ് ചെയ്യുമ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വല്ലതും ഉണ്ടോ നോക്കിക്കോണേ. ഞാൻ കീബോർഡിൽ മാത്രമേ നോക്കാറുള്ളൂ, സിസ്റ്റത്തിലൂടെ നോക്കുന്നില്ല കേട്ടോ. എന്തെങ്കിലും ഉണ്ടേ പറയണേ. ഓക്കെ, then ഇനി ചന്ദ്രൻ സൂര്യന് ചുറ്റും റൊട്ടേറ്റ് ചെയ്യുന്നു. അതെങ്ങനെ പറയുന്നത്? ദ മൂൺ റൊട്ടേറ്റ്സ് അറൗണ്ട് എർത്ത്. അങ്ങനെ നമ്മൾ പറയാറില്ലേ? ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. മൂൺ എർത്തിന് ചുറ്റും കറങ്ങുന്നു. അതെങ്ങനെ പറയുന്നത്? ഏബല് പറഞ്ഞേ. മൂൺ എർത്തിന് ചുറ്റും കറങ്ങും. എങ്ങനെ പറയുന്നത് ഏബലെ? പറ. The moon orbits around the earth. Okay, അപ്പോൾ നമുക്ക് അതെങ്ങനെ പറയാം? The moon ഞാൻ ടൈപ്പ് ചെയ്യുന്ന എക്സാമ്പിൾ എഴുതിയെടുക്കണം കേട്ടോ. മൂവ്സ് അറൗണ്ട് the earth. ഓക്കെ, ഇനി അടുത്തൊരു സിമ്പിൾ പ്രസന്റ് എക്സാമ്പിൾ പറഞ്ഞേ. ഇൻഷ എല്ലാ ദിവസവും ഹോംവർക്ക് ചെയ്യാറുണ്ട്. അതെങ്ങനെയാ പറയുന്നത്? ഇൻഷ പറ. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണേ. ഇൻഷ എല്ലാ ദിവസവും ഹോംവർക്ക് ചെയ്യാറുണ്ട്. നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന സിമ്പിൾ പ്രസന്റിനകത്ത് ഹാബിച്വൽ ആക്ഷൻസ് ആണ്. ഓക്കെ, അപ്പൊ അതിലൊരു എക്സാമ്പിൾ ആണ് ഞാൻ പറയുന്നത്. ഇൻഷ എല്ലാ ദിവസവും ഹോംവർക്ക് ചെയ്യാറുണ്ട്. അതെങ്ങനെ പറയുന്നത്? I does my homework every day. I does my homework every day. ഓക്കെ, ഞാൻ പറഞ്ഞ ഇങ്ങനെയാണ് പറയേണ്ടത്. ഇൻഷ എല്ലാ ദിവസവും ഹോംവർക്ക് ചെയ്യാറുണ്ട്. അവിടുത്തെ സബ്ജക്റ്റ് ഇൻഷയാണ്, ഐ അല്ല. അപ്പൊ എങ്ങനെ പറയും? ഐ മാറ്റിട്ട് ഇൻഷ വെച്ച് പറഞ്ഞു. ഇൻഷ does her homework every day. ഓക്കെ, ഇൻഷ ഡസ് ഹർ ഹോംവർക്ക് എവറി ഡേ. ഓക്കെ, ഐ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അവിടെ ഡു വരണം. ഓക്കെ, ഐ ഡു
മൈ ഹോംവർക്ക് എവറി ഡേ. അങ്ങനെ വേണം പറയാൻ കേട്ടോ. Okay, sir. ഇൻഷ INSHA അല്ലേ സ്പെല്ലിങ്? സ്പെല്ലിങ് Sir. കറക്റ്റ് അല്ലേ? ഡസ് ഹർ Yes, sir. ഹോംവർക്ക് എവറി ഡേ. ഓക്കെ അല്ലേ? ഓക്കെ. ഈ റെക്കോർഡിങ് നെറ്റ് പോയി കഴിഞ്ഞാൽ ഇതൊന്ന് സ്റ്റോപ്പ് ആവും. അതുകൊണ്ട് ഒരു മിനിറ്റ്. അപ്പൊ അടുത്തൊരു എക്സാമ്പിൾ പറഞ്ഞേ. അമൃത ഒരു എക്സാമ്പിൾ പറഞ്ഞേ. അമൃത ഒരു എക്സാമ്പിൾ പറഞ്ഞേ. I go to tuition every day. I go to Tuition every day. tuition every day. Okay. ഒരു മിനിറ്റ്. ഏബലേ, sir. നമ്മുടെ സോളാർ സിസ്റ്റത്തിന്റെ സെന്റർ ആരാ? Sun. സൺ. അപ്പൊ അതെങ്ങനെ പറയാം? Sun is the center of our solar system. സൺ ഈസ് ദ സെന്റർ ഓഫ് അവർ സോളാർ സിസ്റ്റം. ഓക്കെ. ഇനി അവൻ എല്ലാ ദിവസവും എന്നെ വീക്കെൻഡിൽ വിളിക്കാറുണ്ട്. അതെങ്ങനെ പറയുന്നത്? അവൻ എല്ലാ ദിവസവും എന്നെ വീക്കെൻഡിൽ വിളിക്കാറുണ്ട്. അല്ലെങ്കിൽ ലാസ്റ്റ് ആഴ്ചയിൽ ഏത് ആഴ്ചയാണോ ലാസ്റ്റ് ആ ദിവസം വിളിക്കാറുണ്ട്. അതെങ്ങനെ പറയുന്നത്? അല്ലെ അവൻ എന്നെ എല്ലാ ദിവസവും വിളിക്കാറുണ്ട്. അതെങ്ങനെ പറയുന്നത്? ആരാ പറയുന്നത്? അമൃത എന്ന് പറഞ്ഞേ. അവൻ എന്നെ എല്ലാ ദിവസവും വിളിക്കാറുണ്ട്. He calls me every day. He calls me every day. അല്ലേ? Every day. He calls me every day. Okay. Then ടെമ്പറേച്ചർ കൂടുമ്പോൾ ഐസ് മെൽറ്റ് ചെയ്യും. അതെങ്ങനെ പറയുന്നത്? അതൊരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണല്ലോ. നമുക്ക് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ പറയാം. അപ്പൊ ടെമ്പറേച്ചർ കൂടുമ്പോൾ ഐസ് മെൽറ്റ് ആവും. നമ്മളിപ്പം ഐസ് എടുത്ത് ചൂടാക്കി അതിന്റെ അത് വെള്ളമാവത്തില്ലേ? ആവുമല്ലോ. അപ്പൊ എന്ത് പറയണ്ടേ? ടെമ്പറേച്ചർ കൂടുമ്പോൾ ഐസ് എന്ത് ചെയ്യുന്നു? ഉരുകുന്നു. അതെങ്ങനെ പറയുന്നത്? ഇത് നമ്മുടെ ട്യൂഷൻ സെന്ററിന്റെ പരസ്യമാണ് കേട്ടോ, കാണാമല്ലോ. അപ്പൊ ഞാനിത് നിങ്ങൾക്ക് അയച്ചു തരാം. അത് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നമ്മുടെ ട്യൂഷൻ സെന്റർ പേര് career.com എന്നാണ്. നമ്മൾ ഓൺലൈൻ ക്ലാസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓൺലൈനും ഓഫ്ലൈൻ ട്യൂഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്കൂൾ സ്റ്റുഡൻസിനും കോളേജ് സ്റ്റുഡൻസിനും വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലാസ് കൊടുക്കുന്നത്. ഇതാണ് നമ്മുടെ ലോഗോ. ഓക്കെ, ലോഗോ കൊള്ളാവോ? കാണാമോ ലോഗോ? ഈ സി കണ്ടോ? ഓക്കെ. അപ്പം നമ്മള് ക്ലാസ് കൊടുക്കുന്നത് ക്ലാസ് 1 to 10, 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള സ്റ്റുഡൻസിനും പ്ലസ് 1 പ്ലസ് 2 സ്റ്റുഡൻസിനും സ്കൂൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ബിടെക് എംടെക് കോളേജ് ലെവലിലെ ക്ലാസ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓൺലൈനായിട്ട്. ഓക്കെ. അപ്പോൾ നമ്മുടെ ക്ലാസ്സിന്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഒരു ടീച്ചർ ഒരു സ്റ്റുഡൻറ് അങ്ങനെയാണ്. ഓക്കെ, 1 ടീച്ചർ 1 സ്റ്റുഡൻസ് അങ്ങനെയാണ് നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ക്ലാസ് ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സിന്റെ പ്രത്യേകതകൾ മനസ്സിലാവും. ടീച്ചേഴ്സ് എല്ലാം സ്റ്റുഡൻസ് ഫ്രണ്ട്ലി ആയിട്ടായിരിക്കും ക്ലാസ് എടുക്കുന്നത്. ഓക്കെ. അപ്പൊ ഞാൻ ഈ പോസ്റ്റർ അയച്ചു തന്നേക്കാം. അപ്പൊ അത് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ നമ്പറും കൊടുത്തിട്ടുണ്ട്, അതിലൊന്ന് കോൺടാക്ട് ചെയ്യാൻ പറയണേ. അപ്പൊ ഞാൻ നമ്മുടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ഞാൻ എൻഡ് ചെയ്യാൻ പോവാണ്.
അപ്പോൾ ഇത് കുറച്ച് കൂടുതൽ കഴിഞ്ഞാൽ റെക്കോർഡിംഗ് സ്റ്റോപ്പ് ആവും, അതുകൊണ്ട് നമുക്കത് വീഡിയോ സേവ് ചെയ്യത്തില്ല. ഓക്കെ, അപ്പം നമ്മുടെ ചാനൽ എല്ലാവരും കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടണോടെ പ്രസ് ചെയ്യണം. ഓക്കെ ഓക്കെ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറഞ്ഞേ. എങ്ങനെ പറയാം സബ്സ്ക്രൈബ് ചെയ്യണമെന്ന്? Please subscribe our YouTube channel and click on the bell icon for the notifications. Okay.